നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി ഹിസ്ബുള്ള ഉടനൊന്നും പത്തി പൊക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം നെഞ്ചുവിരിച്ച നെതന്യാഹുവിന്റെ പ്രസംഗം, പിന്നാലെ IDFന്റെ ബുദ്ധിപരമായ നീക്കവും. ക്രിസ്ത്യൻ പള്ളി കൈവശപ്പെടുത്തി പള്ളിയുടെ സെമിത്തേരിയുടെ അടിയിൽ ഹിസ്ബുള്ള നിർമ്മിച്ച ഭൂഗർഭ തുരങ്കം തകർക്കുക മാത്രമല്ല, അതിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ പുറത്തിറക്കാൻ പോലും അനുവദിക്കാതെ വായു കടക്കാത്ത വിധം തുരങ്കം അടയ്ക്കുകയും ചെയ്തു. സമാനമായ 10ഓളം തുരങ്കങ്ങൾ കൂടി ലബനോനിലുണ്ട് എന്നും വൻ ആയുധശേഖരം അവിടെ ഒളിപ്പിച്ചിരിക്കുന്നതായും ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിവരം. തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന തകർക്കുക മാത്രമല്ല, അവയുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിടുകയും ചെയ്തു. കൂറ്റൻ തുരങ്കം സെമിത്തേരിയുടെ അടിയിലാണെന്നും തുരങ്കത്തിൽ വൻ ആയുധശേഖരവും അതിനുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഒളിച്ചിരിക്കുന്നതായും കഴിഞ്ഞ മാസം ഇസ്രായേൽ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. ഒരു മാസത്തിലേക്കുള്ള ഭക്ഷണവും ശീതീകരിച്ച കിടപ്പുമുറികളും ഒക്കെ ഈ തുരങ്കങ്ങളിൽ സജ്ജീകരിച്ചിരുന്നു. ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകളും തീവ്രവാദികൾക്ക് ഉറങ്ങാനുള്ള മുറികളും സൈന്യം തകർത്തു. റോക്കറ്റ്, ഗ്രനേഡ് ലോഞ്ചറുകൾ, അതുപോലെ തന്നെ തോക്കുകൾ, ബുള്ളറ്റുകൾ തുടങ്ങി ഹിസ്ബുള്ളയുടെ വൻ ആയുധശേഖരമാണ് ഇവിടെ കണ്ടെത്തിയത്. കയ്യിൽ നിന്നും തൊടുത്തുവിടുന്ന ഷെല്ലുകൾ, ജനറേറ്ററുകളുടെ സംഭരണ മുറി, വാട്ടർ ടാങ്കുകൾ, പാചകമുറികൾ എന്നിവയെല്ലാം ടണലിനുള്ളിൽ ഉണ്ടായിരുന്നു. സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചിടത്തുപോലും സ്ലാബുകൾ മാറ്റി ഹിസ്ബുള്ള, റഷ്യ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് വിവരം. ലബനോനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒറ്റനോട്ടത്തിൽ സെമിത്തേരി എന്ന് തോന്നുമെങ്കിലും അടിയിൽ ഭീമൻ ടണലുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. കല്ലറ എന്ന് തോന്നിക്കുന്ന വിധമാണ് ഇതിന്റെ വാതിൽ പണിതിരിക്കുന്നത് എന്ന് മാത്രം. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കം കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. ലബനൻ അതിർത്തി കടന്ന് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങൾ കാണാൻ സാധിച്ചുവെന്നും സൈന്യം അവകാശപ്പെടുകയാണ്. ദീർഘകാലം താമസിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങളും ആക്രമിക്കാൻ പര്യാപ്തമായ ആയുധങ്ങളും ഇതിനിടയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. AK-47 ഉൾപ്പെടെ വലിയ ആയുധശേഖരമാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. ഒരു തീവ്രവാദി പോലും പുറത്തിറങ്ങാത്ത വിധം, ഇനി ഒരിക്കലും തുറക്കാനാവാത്ത വിധം 4500 ഘനമീറ്റർ കോൺക്രീറ്റ് പമ്പു ചെയ്താണ് ഇസ്രായേൽ തുരങ്കം അടച്ചുകളഞ്ഞത്. തുരങ്കത്തിലേക്ക് ഇസ്രായേൽ വിഷപ്പുക അടിച്ച ശേഷമാണ് തുരങ്കം അടച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഹമാസിന്റെ 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ പോലെയല്ല ഭീകരർക്ക് ദിവസോളം എല്ലാ സൗകര്യങ്ങളോടും കൂടി താങ്ങാൻ പാകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ. തെക്കൻ ലബനോനിലെ ഗ്രാമങ്ങളിലുടനീളം ഇത്തരത്തിലുള്ള ഭീകര താവളങ്ങൾ ഹിസ്ബുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വൻ പോരാട്ടത്തിനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ തുരങ്കങ്ങൾ ഒന്നൊന്നായി തകർത്ത ഹിസ്ബുള്ളയെ നാമാവിശേഷമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. ലബനോനിലെ ഒരു ഗ്രാമം പോലും കൈയടക്കാൻ ഇസ്രായേൽ സൈന്യത്തിനാവില്ല എന്ന തിങ്കളാഴ്ച ഹിസ്ബുള്ള പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേൽ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടത്. സെപ്റ്റംബർ അവസാനം മുതൽ 1350-ലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടെ ലബനനിൽ കൊല്ലപ്പെട്ടത്. അതിനിടെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ ബഹുനില കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ലബനോനിലുടനീളം മൊബൈൽ സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രായേൽ നീക്കം നടത്തുകയാണ്. സെപ്റ്റംബർ 17-നാണ് ലബനോന്റെയും സിറിയയുടെയും വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ച 40 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഹമാസിനൊപ്പം ചേർന്ന ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഇസ്രായേൽ ഹിസ്ബുള്ളയോടും യുദ്ധം തുടങ്ങാനിരിക്കുകയാണ്. സെപ്റ്റംബർ 27-നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചത്. ഇതിന് പിന്നാലെ പിൻഗാമിയായി വരാനിരുന്ന ഹിസ്ബുള്ള നേതാവ് ഹാഷിം സബൂദിനെയും ഇസ്രായേൽ പ്രതിരോധ സേന വകവരുത്തി. കഴിഞ്ഞ ദിവസം തെക്കൻ ലബനീസ് നഗരമായ ടൈറയിൽ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർക്ക് നേരെ നടന്ന പേജർ ആക്രമണം തന്റെ സമ്മതത്തോടെ എന്ന് നെതന്യാഹു പറയുമ്പോൾ, ഹമാസിന്റെ ബോംബ് വിദഗ്ധൻ യഹിയ അയാഷിനെ വധിച്ചത് മറ്റൊരു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കൊണ്ടാണ്. ഹമാസിന്റെ ഒളിസങ്കേതങ്ങളിലൊന്നിൽ യഹിയ അയാഷ് എന്ന യുവാവ് തയ്യാറെടുപ്പുകളിലായിരുന്നു. ഹമാസിന്റെ മുഖ്യ ബോംബ് നിർമ്മാണ വിദഗ്ധനായിരുന്നു യഹിയ. സുഹൃത്തിന്റെ ഒരു മോട്ടറോള ഫോണായിരുന്നു അയാൾ ഉപയോഗിച്ചിരുന്നത്. പുലർച്ചെ വീട്ടിലെത്തിയ ശേഷം അച്ഛനോട് സംസാരിക്കാനായി സുഹൃത്തിന്റെ ഫോൺ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണയായി വീട്ടിലെ ലാൻഡ് ഫോണിലാണ് അയാൾ ഉപയോഗിക്കാറുള്ളത്. കുറച്ച് ദിവസങ്ങളായി ലാൻഡ് ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് പിതാവ് 050507 എന്ന മറ്റൊരു ഫോൺ നമ്പർ നൽകുകയായിരുന്നു. സുഹൃത്തിന്റെ ഫോൺ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാവാതെ വന്നതോടുകൂടി ഉറങ്ങുകയായിരുന്നു. രാവിലെ 8:40 തന്നെ ഫോൺ റിംഗ് ചെയ്യുകയും ഇയാൾ സംസാരിക്കവേ പൊട്ടിത്തെറിക്കുകയായിരുന്നു
എന്നാണ് പറയുന്നത്. പേജർ അറ്റാക്കിൽ നെതന്യാഹുവിന്റെ സമ്മതമുണ്ട് എന്ന് പറഞ്ഞ അതേ നെതന്യാഹു തന്നെയാണ് ഈ ബോംബ് വിദഗ്ധന്റെ തലതെറിച്ചതും തന്റെ അറിവോടുകൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നയതന്ത്രപരമായ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ്. ഇനി ഇറാനിലേക്ക് നേരെ ചെന്ന് അടിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.